നമ്മുടെ ഈ പുതിയ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കൗതുകകരമായ, ശരിക്കും പറഞ്ഞാൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും നമ്മുടെയൊക്കെ തൊഴിൽ മേഖലയെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും വലിയൊരു പാഠം നൽകുന്നൊരു സംഭവമാണ് പരിശോധിക്കുന്നത്. അതെ, തീർച്ചയായും. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുള്ള ഒരു ഓട്ടോ റിപ്പയർ ഷോപ്പിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണിത്. കൃത്യം. അപ്പോൾ ഈ സംഭവം നമ്മളോട് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ പുറത്തു വരുന്നു എന്നതാണ്. ആരും ശ്രദ്ധിക്കാത്ത സമയങ്ങളിൽ ഈ വിശ്വസ്തത എന്ന ഗുണം എങ്ങനെയാണ് ഒരാളുടെ തലവര തന്നെ മാറ്റുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കാൻ പോവുകയാണ്. ശരിയാണ്, ഇതൊരു വലിയ പാഠമാണ്. അപ്പം നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബോസ് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ വിളിച്ചു വരുത്തി പറയുകയാണ്, ഞാൻ പൂർണ്ണമായും പാപ്പരായി ഈ കമ്പനി പൂട്ടാൻ പോവുകയാണ്, നിങ്ങൾക്ക് ശമ്പളം തരാൻ എൻ്റെ കയ്യിൽ കാശില്ല. ആ നിമിഷം നിങ്ങൾ എന്തെടുക്കും? ഈ ഡീപ് ഡൈവ് കേൾക്കുന്ന നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക. അതൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. ആ ഓട്ടോ റിപ്പയർ ഷോപ്പിലെ ജീവനക്കാർക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നപ്പോൾ അവരുടെ പ്രതികരണം ശരിക്കും അത് വളരെ കൗതുകകരമായിരുന്നു. അതെ, ആ സ്ഥാപനത്തിന്റെ ഉടമയായ മിസ്റ്റർ റീഡ് തന്റെ ബിസിനസ് തകർന്നെന്നും ബാങ്ക് ആ കെട്ടിടം ഏറ്റെടുക്കാൻ പോവുകയാണെന്നും അറിയിക്കുന്നു. അതെ, ബാങ്ക് കെട്ടിടം ജപ്തി ചെയ്യാൻ പോവുകയാണ്. ശമ്പള കുടിശ്ശിക നൽകാൻ കഴിയില്ല, അതുകൊണ്ട് അവിടെയുള്ള വിലപിടിപ്പുള്ള ടൂളുകൾ അവർക്ക് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞ നിമിഷം തന്നെ നിങ്ങൾക്കറിയാമോ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്? ആ ജീവനക്കാർ അവിടെയുള്ള ഏറ്റവും വില കൂടിയ മെഷീനുകൾ, ലാപ്ടോപ്പുകൾ, ടൂൾ ബോക്സുകൾ എന്നിവയൊക്കെ സ്വന്തമാക്കാൻ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അതിജീവന വാസന അല്ലെങ്കിൽ ആ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്രത്തോളം സ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇത്രയും കാലം അവർക്ക് അന്നം നൽകിയ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ, അതെ, അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം സമയം, ശരിക്കും എങ്ങനെയാണ് അവർക്ക് ഇത്രയും പെട്ടെന്ന് സ്വാർത്ഥരാകാൻ കഴിയുന്നത്? എനിക്കിതിനെ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനോടാണ് ഉപമിക്കാൻ തോന്നുന്നത്. ഓഹോ, മുങ്ങുന്ന കപ്പൽ. അതെ, കപ്പൽ മുങ്ങുമ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവിടെയുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജീവനക്കാർ കാണിച്ച നന്ദികേട് വളരെ വലുതാണ്. അവരങ്ങനെ പ്രതികരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാളത്തെ അന്നം എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്ത വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും ധാർമ്മികതയൊക്കെ മറന്ന് സ്വന്തം ലാഭം മാത്രം നോക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അതൊരു സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് ആണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇതൊരു ദാരിദ്ര്യബോധമുണ്ടാക്കുന്ന പ്രതികരണമാണ്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം ഈ ഭയത്തെ ഒരു അടിയന്തര സാഹചര്യമായി വ്യാഖ്യാനിക്കും. അപ്പോ യുക്തിസഹജമായ ചിന്തകളുണ്ടാകില്ല. ഇല്ല, അവിടെ യുക്തിസഹജമായ ചിന്തകൾക്ക് പകരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. ഈ ജീവനക്കാർ അവിടെ യാതൊരു നിയമലംഘനവും നടത്തിയിട്ടില്ല. അതെ, മിസ്റ്റർ റീഡ് തന്നെ അവരോട് സാധനങ്ങൾ എടുത്തുകൊള്ളാൻ പറഞ്ഞതാണല്ലോ. അതെ, അതിനാൽ നിയമപരമായി അവർ പൂർണ്ണമായും സുരക്ഷിതരാണ്. പക്ഷേ മനുഷ്യബന്ധങ്ങളുടെയും വിശ്വസ്തതയുടെയും തലത്തിൽ നോക്കുമ്പോൾ ഇതൊരു പൂർണ്ണമായ പരാജയമാണ്. വർഷങ്ങളായി തങ്ങൾക്ക് തൊഴിൽ നൽകിയ വ്യക്തിയോട് യാതൊരു വൈകാരിക കടപ്പാടും അവർക്കില്ല എന്ന് ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്നു. നിയമപരമായി തെറ്റല്ല എന്ന് വെച്ച് ധാർമ്മികമായി ശരിയാകണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈയൊരു അതിജീവന നെട്ടോട്ടത്തിൽ പങ്കുചേർന്നു എന്ന് നമ്മൾ ഉറപ്പിക്കാൻ വരട്ടെ. കാരണം ഈ കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായി ചിന്തിച്ച ഒരാൾ കൂടിയുണ്ട്. അതെ, ആ കഥയിലെ പ്രധാന വ്യക്തി. അവിടെയാണ് ഈ സ്രോതസ്സിലെ വിവരങ്ങൾ ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ആ ജീവനക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹന്ന എന്ന പേരുള്ള പെൺകുട്ടി ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. പകരം അവൾ അവിടെ നിന്നും ഒരു ചൂലെടുത്ത് ആ വർക്ക്ഷോപ്പ് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കാൻ തുടങ്ങി. ഒരു ചൂലെടുത്ത് വൃത്തിയാക്കുന്നു? എന്തിനാണ്? ശമ്പളം പോലും കിട്ടില്ലെന്നുറപ്പായ ഒരു സ്ഥലത്ത് അവൾ സ്വന്തം സമയം കളഞ്ഞെങ്ങനെ ചെയ്തത്? എനിക്കിത് കേൾക്കുമ്പോൾ അവളൊരു മണ്ടിയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. മറ്റുള്ളവർ അവളെ ആ നിമിഷം അങ്ങനെയാകാം വിലയിരുത്തിയതും. എന്തൊരു മണ്ടിയാണിവളെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. തീർച്ചയായും. പക്ഷേ ഹന്നയുടെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെപ്പോഴും വർത്തമാനകാലത്തെ ഭയത്തിൽ മാത്രം ജീവിക്കുന്നവരല്ലല്ലോ. മുൻകാല അനുഭവങ്ങൾ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. എന്തായിരുന്നു അനുഭവം? ഹന്നയുടെ ഭർത്താവ് വലിയൊരു അസുഖം വന്ന ആശുപത്രിയിലായപ്പോൾ സാമ്പത്തികമായി യാതൊരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും മിസ്റ്റർ റീഡ് അവളെ സഹായിച്ചിരുന്നു. അതാണ് ആദ്യത്തെ കാര്യം. ഓഹോ,
അപ്പോ അതൊരു വലിയ സഹായമായിരുന്നു. അതെ. കൂടാതെ ഓട്ടോമൊബൈൽ മേഖലയിൽ ഒരു ലേഡി മെക്കാനിക് ആയതുകൊണ്ട് മാത്രം മറ്റാരും അവൾക്ക് ജോലി നൽകാൻ തയ്യാറാകാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് അവളുടെ കഴിവിൽ വിശ്വസിച്ച് അവൾക്ക് ആ സ്ഥാപനത്തിൽ ഇടം നൽകിയത് ഈ മിസ്റ്റർ റീഡാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. ഒരു നിമിഷം, അപ്പൊ ഇതൊരു സാധാരണ തൊഴിലുടമ ജീവനക്കാരൻ ബന്ധമായിരുന്നില്ല. അല്ല, തീർച്ചയായും അല്ല. ആ വലിയ കടപ്പാടാണ് ഹന്നയെ ആ ചൂലെടുക്കാൻ പ്രേരിപ്പിച്ചത്. തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആശ്രയം നൽകിയ ഒരു മനുഷ്യനെ അദ്ദേഹം തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല. സ്വന്തം വീട് പോലെ കണ്ട ആ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെങ്കിൽ പോലും അത് അന്തസ്സോടെ ആകണം എന്ന അവളുടെ ആഗ്രഹമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതെ, അന്തസ്സോടെ പൂട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഒരു ബിസിനസ് പൂട്ടിക്കഴിയുമ്പോൾ ഈ അന്തസ്സുകൊണ്ടോ നന്ദി കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സാമ്പത്തികമായി നോക്കുമ്പോൾ അവൾക്ക് വലിയൊരു നഷ്ടമല്ലേ അവിടെ ഉണ്ടായത്? അവിടെയാണ് നന്ദി എന്നത് കേവലം ഒരു വികാരം മാത്രമല്ല, അതൊരു ശക്തമായ പ്രവൃത്തി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹന്നയ്ക്ക് ആ ടൂളുകളെടുത്ത് വിറ്റ് എളുപ്പത്തിൽ പണമാക്കാമായിരുന്നു. അതെ, വളരെ എളുപ്പത്തിൽ. എന്നാൽ ആ സൗജന്യ ടൂളുകളേക്കാൾ അവൾ വിലമതിച്ചത് മിസ്റ്റർ റീഡ് എന്ന വ്യക്തിയുമായുള്ള ആ ബന്ധത്തെയാണ്. ഈ സ്രോതസ്സിലെ വിവരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസ്തത എന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി പുറത്തുവരുന്ന ഒരു ഗുണമാണ് എന്നാണ്. അതെ, സമ്മർദ്ദം വരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നതെന്ന് പറയുന്നത് എത്ര ശരിയാണ്. കൃത്യം. മറ്റുള്ളവരെല്ലാം പുതിയ ടൂളുകളുമായി പോയി പുതിയ ജോലി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വെറുമൊരു ചൂലുമായി നിന്ന ഹന്നയുടെ ഈ പ്രവൃത്തി ഒരു മണ്ടത്തരമായിരുന്നോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ വെറും നന്ദി കാണിച്ച് അവിടെ നിന്നതുകൊണ്ട് അവൾക്ക് എന്ത് ലഭിച്ചു? ഈ കഥയിലെ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. നിങ്ങൾ കേൾക്കൂ, മിസ്റ്റർ റീഡ് ആ സ്ഥാപനം പൂട്ടുകയായിരുന്നില്ല. അദ്ദേഹം പാപ്പറായിട്ടുമില്ലായിരുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. അതെ, അതൊരു വലിയ നാടകമായിരുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞാല് ഇതൊരു നാടകമായിരുന്നില്ല, മറിച്ച് വളരെ ബുദ്ധിപരമായ ആസൂത്രണം ചെയ്ത ഒരു പരീക്ഷണമായിരുന്നു എന്ന് പറയാം. യഥാർത്ഥത്തിൽ മിസ്റ്റർ റീഡ് ഒരു വലിയ നാഷണൽ കമ്പനിയുമായി ചേർന്ന് തന്റെ ബിസിനസ് വികസിപ്പിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ സ്ഥാപനം വലുതാവുകയായിരുന്നു. അതെ, വലുതാവുകയായിരുന്നു. ആ പുതിയ നാഷണൽ കമ്പനി ഈ വർക്ക്ഷോപ്പിന്റെ ചുമതല വഹിക്കാൻ പുതിയൊരു ജനറൽ മാനേജറെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ അവർ മുന്നോട്ട് വെച്ച നിബന്ധന വളരെ വിചിത്രമായിരുന്നു. എന്ത് നിബന്ധന? സാങ്കേതികമായി എത്ര കഴിവുള്ള ആളാണെങ്കിലും പണത്തിനു മുകളിൽ വിശ്വസ്തതയ്ക്കും സ്വഭാവശുദ്ധിക്കും വില നൽകുന്ന ഒരാളായിരിക്കണം ആ ജനറൽ മാനേജർ സ്ഥാനത്ത് വരുന്നത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വാവ്! അപ്പോൾ ഇതിന്റെയെല്ലാം അർത്ഥമെന്താണ്? എനിക്കിതിനെ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രെസ് ടെസ്റ്റിനോടാണ് ഉപമിക്കാൻ തോന്നുന്നത്. സ്ട്രെസ് ടെസ്റ്റ്, അത് വളരെ കൃത്യമായൊരു വാക്കാണ്. അതെ, ഒരു പുതിയ പാലമോ മെഷീനോ നിർമ്മിക്കുമ്പോൾ അത് എത്രത്തോളം ഭാരം താങ്ങുമെന്നറിയാൻ സാധാരണയിലധികം ഭാരം നൽകി അത് തകരുന്നതുവരെ പരീക്ഷിക്കാറുണ്ട്. ഇവിടെ ആ പുതിയ കമ്പനി മിസ്റ്റർ റീഡിന്റെ ജീവനക്കാരുടെ സ്വഭാവശുദ്ധി അളക്കാൻ അവർക്കുമേൽ പ്രയോഗിച്ച ഒരു സ്ട്രെസ് ടെസ്റ്റായിരുന്നു ആ പാപ്പര എന്ന പ്രഖ്യാപനം. അതെ, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടത്തിയ ലോകത്തിലെ ഏറ്റവും കഠിനമായൊരു ജോബ് ഇന്റർവ്യൂ ആയിരുന്നു അത്. ഇതൊരു വലിയ ട്വിസ്റ്റാണ്. ഇതിനെ വിശാലമായ ഒരു കാഴ്ചപ്പാടുമായി ബന്ധിപ്പിച്ചാൽ ആ ഉപമ വളരെ കൃത്യമാണ്. ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് കഴിവുകൾ, അതായത് സ്കിൽസ്, ആരെയും പരിശീലിപ്പിച്ചെടുക്കാം. അതെ, ആർക്കും ട്രെയിനിംഗ് കൊടുക്കാം. ഒരു വ്യക്തിയെ മെക്കാനിക് പണി പഠിപ്പിക്കാം, പുതിയ സോഫ്റ്റ്വെയർ കോഡിംഗ് പഠിപ്പിക്കാം. എന്നാൽ ആത്മാർത്ഥത, വിശ്വസ്തത എന്നീ ഗുണങ്ങൾ ഒരു ക്ലാസ് റൂമിൽ നിന്നോ ട്രെയിനിങ്ങിൽ നിന്നോ ഒരിക്കലും പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ശരിയാണ്. പ്രതിസന്ധി വരുമ്പോൾ സാധനങ്ങളും എടുത്തോടുന്ന സ്വാർത്ഥരായ ജീവനക്കാരെ നേതൃത്വനിരയിൽ കൊണ്ടുവന്നാൽ വലിയൊരു പ്രശ്നം വരുമ്പോൾ അവർ കമ്പനിയെ തന്നെ വിറ്റ് ലാഭമുണ്ടാക്കും. വീഴാൻ പോകുന്ന സ്ഥാപനത്തെ ചേർത്തുപിടിക്കുന്ന ഹന്നയെപ്പോലുള്ള ഒരാളാണ് ആ പുതിയ ജനറൽ മാനേജർ പദവിയിലേക്ക് എന്തുകൊണ്ടും യോഗ്യ. അപ്പോ ഹന്നയ്ക്ക് ആ ജോലി ലഭിച്ചോ? തീർച്ചയായും. ആ രഹസ്യ പരീക്ഷയിൽ ഒന്നാമതെത്തിയ ഹന്ന തന്നെ ആ ജനറൽ മാനേജർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വളരെ അർത്ഥവത്തായ വാക്കുകൾ. അതെ, കൂടാതെ വലിയൊരു സമൃദ്ധി നൽകുന്നതിനു മുൻപ് പരിമിതികളുടെ കാലത്ത് ദൈവം ഒരാളുടെ ഹൃദയം പരീക്ഷിക്കും എന്നൊരു വലിയ സത്യവും ഇതിൽ പറയുന്നു. ഹന്നയുടെ ജീവിതത്തിൽ അത് അക്ഷരം പ്രതി ശരിയായിരുന്നു. എന്നാൽ ഇവിടെ എനിക്കൊരു വലിയ സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ ഈ കോർപ്പറേറ്റ് ലോകത്ത് വിശ്വസ്തതയ്ക്ക് ശരിക്കും ഇത്രയധികം വിലയുണ്ടോ? ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന
ഒരു ഇമെയിലിലൂടെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഇന്നത്തെ കാലത്ത് ഒരു ജീവനക്കാരൻ ഹന്നയെപ്പോലെ വിശ്വസ്തത കാണിച്ചാൽ അത് കേവലം ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയില്ലേ? അതോ ഹന്നയുടെ കഥ ഒരു അപൂർവമായ സംഭവമാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. ഇന്നത്തെ കാലത്ത് പലപ്പോഴും വിശ്വസ്തത എന്ന വാക്ക് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അന്ധമായ അനുസരണയോ അനീതികൾക്ക് മുന്നിൽ മിണ്ടാതിരിക്കുന്നതിനെയോ അല്ല നമ്മൾ വിശ്വസ്തത എന്ന് വിളിക്കേണ്ടത്. അതെ, അതൊരു തരം അടിമത്തമാണ്. കൃത്യം. ടോക്സിക്കായ ജീവനക്കാരെ കേവലം യന്ത്രങ്ങളായി മാത്രം കാണുന്ന തൊഴിലിടങ്ങളിൽ വിശ്വസ്തത പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ ഈ കഥയിൽ ഹന്നയുടെ വിശ്വസ്തത വെറുതെയുണ്ടായ ഒന്നല്ല. അതൊരു പരസ്പരമുള്ള കൊടുച്ചൽ വാങ്ങൽ, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ലോയൽറ്റിയാണ്. റെസിപ്രോക്കൽ ലോയൽറ്റി? അതെ. മിസ്റ്റർ റീഡ് തന്റെ മുൻകാല പ്രവർത്തികളിലൂടെ, തന്റെ സഹാനുഭൂതിയിലൂടെ ആ വിശ്വസ്തത നേടിയെടുത്തതാണ്. അദ്ദേഹം അത് അർഹിച്ചിരുന്നു. അപ്പോ എനിക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. വിശ്വസ്തത എന്നത് ഒരു തൊഴിലുടമയ്ക്ക് വെറുതെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതവർ മുൻകാലങ്ങളിൽ ചെയ്ത നല്ല പ്രവർത്തികളുടെ വിളവെടുപ്പാണെന്ന് പറയാം. അതെ. മിസ്റ്റർ റീഡ് ഹന്നയുടെ ഭർക്കറവിന് അസുഖം വന്നപ്പോൾ അവരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഹന്നയും മറ്റുള്ളവരെപ്പോലെ ആ ലാപ്ടോപ്പും ടൂളുകളുമൊക്കെ എടുത്തുകൊണ്ടു പോകുമായിരുന്നു. അപ്പോൾ പ്രശ്നം ജീവനക്കാരുടെ വിശ്വസ്തതയിലല്ല, മറിച്ച് അത് നേടിയെടുക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ആ സ്ഥാപനം അവർക്കായി ചെയ്തിട്ടുണ്ടോ എന്നതിലാണ്. തീർച്ചയായും. വിശ്വസ്തത എന്നത് എപ്പോഴും പരസ്പര ബഹുമാനത്തിൽ നിന്നുമുണ്ടാകുന്നതാണ്. നല്ല നേതൃത്വം ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളിൽ ഒപ്പം നിൽക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവനക്കാർ കമ്പനിക്കൊപ്പവും ഉറച്ചുനിൽക്കും. ശരിയാണ്. ഹന്നയുടെ കഥ ഒരു അപൂർവ സംഭവമായി നമുക്ക് തോന്നാൻ കാരണം മിസ്റ്റർ റീഡിനെ പോലുള്ള തൊഴിലുടമകൾ ഇന്ന് വളരെ കുറവായതുകൊണ്ടാണ്. സ്വഭാവശുദ്ധിയില്ലാത്തവർക്ക് എത്ര വലിയ അവസരം മുന്നിൽ വന്നാലും അത് തിരിച്ചറിയാൻ കഴിയില്ല. ആ പഴയ ടൂളുകൾ എടുത്തുകൊണ്ടുപോയ ജീവനക്കാർക്ക് അവരുടെ മുൻപിലുണ്ടായിരുന്ന വലിയൊരു മാനേജർ പോസ്റ്റാണ് നഷ്ടപ്പെട്ടത്. ഈ ഡീപ് ഡൈവ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. തകർച്ചയുടെ വക്കിലെത്തിയെന്ന് കരുതിയ ഒരു സ്ഥാപനത്തിലെ സംഭവവികാസങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയത് മാനുഷിക മൂല്യങ്ങളുടെ വിലയാണ്. നിയമപരമായി ശരിയാണെങ്കിൽ പോലും ധാർമ്മികമായി തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഭാവി കൂടിയാണ്. അതെ. ഹന്നയുടെ പ്രവൃത്തി വെറുമൊരു ഔദാര്യമല്ല, മറിച്ച് തന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള അവളുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനം അവളെ ആ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിച്ചു. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും വലിയ രീതിയിൽ തിരികെ വരും എന്നതിനും ഈ സംഭവം വലിയൊരു തെളിവാണ്. മിസ്റ്റർ റീഡിന്റെ മനുഷ്യത്വം നിറഞ്ഞ ആ ഇടപെടലുകളാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിശ്വസ്തയായ ഒരു മാനേജറെ സമ്മാനിച്ചത്. ഇതൊരു ശൃംഖല പോലെയാണ്. ഒരു നന്മ മറ്റൊരു നന്മയ്ക്ക് കാരണമാകുന്നു. വളരെ ശരിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പരിമിതികളും നഷ്ടങ്ങളും, അതൊരു പക്ഷെ നിങ്ങളുടെ ജോലിസ്ഥലത്തെ വലിയൊരു തകർച്ചയാകാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം. ഇതൊക്കെ യഥാർത്ഥത്തിലൊരു തകർച്ച തന്നെയാണോ? അതൊന്ന് ആലോചിച്ചു നോക്കൂ. അതെ. അതോ നിങ്ങൾ പോലും അറിയാതെ വരാനിരിക്കുന്ന ഒരു വലിയ പദവിക്കോ വിജയത്തിനോ മുൻപായി നിങ്ങളുടെ സ്വഭാവശുദ്ധി അളക്കാൻ പ്രകൃതിയോ കാലമോ നടത്തുന്ന ഒരു രഹസ്യ സ്ട്രെസ് ടെസ്റ്റാണെങ്കിലോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിശ്വസ്തത അവിടെ അളക്കപ്പെടുന്നുണ്ടാകാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ്. അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്വന്തം ലാഭം മാത്രം നോക്കി മോഷ്ടിച്ചെടുത്തൊരു പഴയ ടൂൾ ബോക്സോ, അതോ നിങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കുന്ന ഒരു ചൂലോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.